പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സ്നേഹബഹുമാനിയായ പ്രസാദത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഈ വിശുദ്ധി അർപ്പിക്കപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഈ ദിവസങ്ങളോട് 2 മാസത്തോളമായിട്ട് സ്നേഹബഹുമാനപ്പെട്ട പ്രസാദത്തിന്റെ ആത്മാവിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഓരോ തലങ്ങളിലായിട്ട് നമ്മളെ ധ്യാനഭവന്റെ പേരിലും വ്യത്യസ്തമായിട്ടുള്ള ധ്യാനഭവനിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ പേരിലുമെല്ലാം നമ്മൾ അച്ഛന് വേണ്ടി വിശുദ്ധി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസത്തിൽ പ്രധാനമായിട്ട് ധ്യാനഭവനിൽ തന്നെ കൊച്ചി മേഖല, തീരദേശ മേഖലയിൽപ്പെട്ട ശുശ്രൂഷകർ വളരെ ആക്റ്റീവായിട്ട് ധ്യാനഭവനിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട പ്രശാന്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി വിശുദ്ധി അർപ്പിക്കുമ്പോൾ നമ്മുടെ നല്ലവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അച്ഛനോട് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് അച്ഛനെ ഉപയോഗിച്ചുകൊണ്ട് അച്ഛനിലൂടെ ഈ സ്ഥാപനത്തിലേക്കും പ്രത്യേകമായിട്ട് നമുക്കറിയാവുന്ന എല്ലാ വർഷത്തിലുള്ള കൊച്ചി തീരദേശ മേഖല ശ്രമമാല റാലി, അതുപോലെ തന്നെ വിശുദ്ധ വഴിയിലൊക്കെ അച്ഛൻ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൃതജ്ഞതയോടുകൂടി ആ തീരദേശത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുകയാണ് ഓരോരുത്തരും. അപ്പോൾ അച്ഛൻ ആ ദേശത്തേക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് അച്ഛന് വേണ്ടി, അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ലവനായ ദൈവം അച്ഛൻ്റെ സാന്നിധ്യം, അച്ഛൻ ആ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടും നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്ന വ്യക്തിയായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധയിലായിരിക്കാം. കർത്താവേ, സന്തോഷത്താൽ പണിയാം. ദൈവമേ, അങ്ങയുടെ കാലത്തിലൊത്തും എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയുടെ കൃപാതിരത്താൽ എൻ്റെ അതിക്രമങ്ങൾ